കാമുകനൊപ്പം ജീവിക്കാൻ 1.5 വയസ്സുള്ള കുഞ്ഞിനെ കടലിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മയുടെ ക്രൂരത കേൾക്കുമ്പോൾ തന്നെ ഉള്ളു പിടയുന്നുണ്ടല്ലേ. 2020 കണ്ണൂർ തയ്യലിലുണ്ടായ സംഭവം മനുഷ്യ മനസാക്ഷി ഒന്നടങ്കം നടുക്കിയതാണ്. ഒരമ്മയ്ക്ക് ഇത്രയും ക്രൂരത ചെയ്യാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിച്ചതാണ്. തയ്യൽ സ്വദേശിനി ശരണ്യ അത്രയ്ക്കും വെറുക്കപ്പെട്ടവളാണ്. അവളെയും ആ ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന കാമുകനെയും അങ്ങനെ വെറുതെ വിടാൻ കഴിയുമോ? വിയാൻ എന്ന പിഞ്ചുകുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ 6 വർഷം തികയും മുൻപ് വിധി വന്നിരിക്കുന്നു. അമ്മ ശരണ്യ കുറ്റക്കാരി എന്നാണ് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ കണ്ടെത്തൽ. എന്നാൽ കാമുകൻ നിധിനെ തെളിവുകളുടെ അഭാവത്തിൽ കോടതി വെറുതെ വിട്ടു. ഫെബ്രുവരി 17 പുലർച്ചെയായിരുന്നു നാടിന് നടുക്കിയ കൊലപാതകം നടന്നത്. തന്റെ ആൺസുഹൃത്ത് നിധിനൊപ്പം ജീവിക്കുന്നതിന് 1.5 വയസ്സുകാരൻ മകനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശരണ്യ ഈ ക്രൂരകൃത്യം ചെയ്തത്. ഭർത്താവ് പ്രണവുമായി അകൽച്ചയിലായിരുന്ന ശരണ്യ കൊലപാതകത്തിന് ശേഷം കുറ്റം പ്രണവിന്റെ മേൽ അടിച്ചേൽപ്പിക്കാനും ഇതിലൂടെ ഭർത്താവിനെയും കുഞ്ഞിനെയും ഒരുപോലെ ഒഴിവാക്കി കാമുകനൊപ്പം കഴിയാനുമാണ് പദ്ധതിയിട്ടെന്നുമാണ് കേസ്. പുലർച്ചെ കുഞ്ഞുമായി കടൽ തീരത്തെത്തിയ ശരണ്യ ആദ്യം കുട്ടിയെ വലിച്ചെറിഞ്ഞു. എന്നാൽ കുഞ്ഞ് മരിക്കാതെ കരഞ്ഞുകൊണ്ട് അടുത്തേക്ക് വന്നപ്പോൾ വീണ്ടും കുഞ്ഞിനെ എടുത്ത് കടൽ ഭിത്തിയിലേക്ക് ആഞ്ഞെറിഞ്ഞ് മരണമുറപ്പാക്കി. അതിനുശേഷം വീട്ടിലെത്തി ഒന്നുമറിയാത്ത രീതിയിൽ ഉറങ്ങാൻ കിടന്ന ശരണ്യ രാവിലെ എഴുന്നേറ്റ് കുഞ്ഞിനെ കാണാനില്ലെന്ന് പറഞ്ഞ് പരിഭ്രാന്തി സൃഷ്ടിക്കുകയും തിരയുന്നതായി അഭിനയിക്കുകയും ചെയ്തു. ചോദ്യം ചെയ്യലിനിടെ ശരണ്യ പ്രണവിന് മേൽ സംശയം ഉന്നയിച്ചു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷം പോലീസ് യഥാർത്ഥ കൊലപാതകിയെ കണ്ടെത്തുകയായിരുന്നു. കേസിൽ ശരണ്യക്കെതിരെ കൊലക്കുറ്റവും കാമുകൻ നിധിനെതിരെ ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങളുമാണ് ചുമത്തിയിരുന്നത്. നിധിനെതിരായ കുറ്റങ്ങൾ തെളിയിക്കാൻ പ്രോസിക്യൂഷനായില്ലെന്ന് വിധിയിൽ പറയുന്നു. എന്നാൽ ശരണ്യക്കെതിരെ ശക്തമായ തെളിവുകൾ പ്രോസിക്യൂഷന് ഹാജരാക്കാനായി. കടൽ തീരത്തെ ഉപ്പുവെള്ളത്തിന്റെ അംശം പറ്റിയ വസ്ത്രങ്ങളും ചെരുപ്പുമടക്കമുള്ള തെളിവുകൾ ഹാജരാക്കി. കുഞ്ഞിന് മുലപ്പാൽ നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് കൊലപാതകം നടത്തിയതെന്ന് അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. മകനെ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കൊലപാതകം നടത്തിയതെന്ന പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചാണ് ശരണ്യ കുറ്റക്കാരിയെന്ന് തളിപ്പറമ്പ് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കണ്ടെത്തിയത്. കേസിൽ പ്രതിയാക്കപ്പെട്ടെങ്കിലും തനിക്കിതിൽ പങ്കില്ലെന്ന് നിതിൻ വാദിച്ചിരുന്നു. ശരണ്യയുമായി ബന്ധമുണ്ടായിരുന്നെങ്കിലും കൊലപാതകത്തിൽ പങ്കില്ലെന്നും ശരണ്യയ്ക്ക് മറ്റൊരാളുമായും ബന്ധമുണ്ടെന്നും നിതിൻ വാദിച്ചു. നാർക്കോ അനാലിസിസിന് ഉൾപ്പെടെ വിധേയനാകാൻ തയ്യാറാണെന്ന് നിതിൻ അറിയിച്ചിരുന്നു. അതേസമയം നിതിനുമായി 20-ലധികം തവണ ശരണ്യ ഫോൺ വിളിച്ചിരുന്നുവെന്നതടക്കമാണ് തെളിവുകളായി പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. മാത്രമല്ല കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് വീഴ്ചയുണ്ടായെന്നും കോടതി വിലയിരുത്തിയിരുന്നു. ഭർത്താവ് വിദേശത്ത് പോയപ്പോൾ ഫേസ്ബുക്ക് വഴി ഇയാൾ ശരണ്യയുമായി ബന്ധം സ്ഥാപിക്കുകയായിരുന്നു. ഇയാൾ ശരണ്യയ്ക്ക് വിവാഹ വാഗ്ദാനവും നൽകിയിരുന്നില്ല. എന്നാൽ കാമുകനൊപ്പം ജീവിക്കണമെന്ന് ശരണ്യ ആഗ്രഹിച്ചു. അതിന്റെ ഭാഗമായാണ് കുഞ്ഞിനെയും ഭർത്താവിനെയും ഒഴിവാക്കാൻ തീരുമാനിച്ചതെന്നാണ് കണ്ടെത്തൽ. ന്യൂസ് 18 കണ്ണൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.